ഏതായാലും നമ്മുടെ കേരളത്തിലെ ഭരണം വളരെ ഉഷാറ് ഭരണമാണ്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു. അതിങ്ങനെ മാറുമെന്ന് അറിയില്ല. മയക്കുമരുന്നിൻ്റെ തലവനെയൊക്കെ മുഖ്യമന്ത്രിയാക്കണ രീതിയിലുള്ള ഒരു ഭരണം വരുമെന്നറിയും. നമുക്ക് പ്രതീക്ഷിച്ചതല്ല, കേരളീയർ പ്രതീക്ഷിച്ചതല്ല. ഏതായാലും അതും കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. മയക്കുമരുന്ന് കള്ളക്കടത്ത് കയറിയിട്ട് അത്രയധികം അവരുടെ വീട് കൂടൽ, തമ്മിൽ ഒരുമിച്ച് സംസാരിക്കൽ, അവർ ക്ലിഫ് ഹൗസിലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് സംഘത്തലവന്മാർ മുഴുവൻ. അവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകൾ അതേമാതിരി പല ടീച്ചേഴ്സിനെ വരെ മയക്കുമരുന്ന് കടത്തിന് ഇപ്പോൾ പിടിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തി. അത് വെറും 3 മാസം കൊണ്ട്. ഇതിൻ്റെ മുമ്പേയും ഭരണമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഈ രീതിയിൽ മയക്കുമരുന്നവരുടെ കയ്യിലേക്ക് ഭരണത്തെ കൊണ്ടെത്തിച്ച കേരള ജനതയുടെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം നമ്മളെ ജീവിതത്തിൽ മയക്കുമരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ബിസിനസ് തന്നെ മയക്കുമരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാണത്. ലീഗുകാരും കോൺഗ്രസ്സുകാരെയൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, കള്ളക്കടത്ത്, അതുപോലുള്ള ഇതാണ്. ഇതിപ്പോൾ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ഉള്ളൂ. ഇനി അപ്പുറം കടക്കാൻ പോവുക. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭരണം തീരുമ്പോഴത്തേന് എന്തൊക്കെയാണ് നാട്ടിൽ സംഭവിക്കാമെന്നറിയില്ല. ഏതായാലും മലയാളികൾ ചെയ്യണ ഇത്രയും നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നാട്ടിൽ പട്ടിണിക്കാരുണ്ടോ, ദരിദ്രരുണ്ടോ, വീടില്ലാത്തവരുണ്ടോ, ഭക്ഷണം കിട്ടാത്തവരുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് മനുഷ്യൻ്റെ വീടുകളിൽ ചെന്ന് അവരെ സഹായിക്കലായിരുന്നു. അത് കേരളത്തിലെ കുറേ ആളുകൾക്ക് സഹിച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ ഭരണത്തെ മാറ്റിയിട്ട് മയക്കുമരുന്നുകാരുടെ ഒരു ഭരണത്തെ കൊടുന്ന് എത്തിച്ചു. വളരെ നല്ല ഭരണം. ഇങ്ങനെ വേണം ഭരിക്കാൻ. മലയാളികൾ ലോകം കണ്ടുപഠിക്കണം. ഇത്രയും ഉളിപ്പും മാനമില്ലാത്ത ഒരു വർഗം, ഇത്രയൊക്കെ മയക്കുമരുന്നുകാരൻ്റെ കൂടെ ഒരു മുഖ്യമന്ത്രി കടന്നുറങ്ങിയിട്ട് പോലും അയാളുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ യൂത്ത് ലീഗുകാരൊക്കെ വാട്സാപ്പിൽ കൂടെ കടന്നൊക്കെ അലർന്നത്. പക്ഷെ കേരള ജനതകൾ വിഡ്ഢികളായതുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിലേറിയതെന്ന് അറിയാം. പക്ഷെ എന്ത് ചെയ്യാം? നമ്മുടെ നാടിൻ്റെ ഗതികേട് അനുഭവിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. റിപ്പോർട്ടർ ഇവിടെ വാർത്ത കൂടി ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ വാർത്ത ഫേസ്ബുക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. കേരളം ഇപ്പോൾ ഏറ്റവും അധികം സീരിയസ് ആയി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. 3 കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള, മുഖ്യമന്ത്രിയുമായി അടുത്ത് ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി ഇടപാട് കേസിൽ അറസ്റ്റിലായിരിക്കുന്നുള്ള വളരെ ഗൌരവമുള്ള വാർത്ത. ഈ വാർത്ത ഇന്നലെ മുതൽ നമ്മൾ സീരിയസ് ആയി ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇതിന്റെ ഭാഗമായി നമ്മൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയുടെ ഒരു സോഷ്യൽ മീഡിയ കാർഡ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ നൽകിയ ഒഫീഷ്യലായ ലീഗൽ റിക്വസ്റ്റിന്റെ ഭാഗമായാണ് മെറ്റ ഇന്ത്യയിലുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് ഈ വാർത്ത കാണാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യയിൽ ഈ വാർത്തയുടെ വിസിബിലിറ്റി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. മദ്യപിച്ചുകൊണ്ട് ദുബായിലെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നതിന്റെ ഫോട്ടോ ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഇതാണ് ഇപ്പൊ നമ്മുടെ തങ്ങന്മാര്. എല്ലാ തങ്ങന്മാരെയും അല്ല, ഈ എഡിറ്ററായിരുന്നു അന്നത്തെ എന്റെ സ്നേഹിത CP സേതുപതി. അദ്ദേഹത്തിന് വിവരം അറിയിച്ചു, ഇങ്ങനെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അവരോട് സൂക്ഷ്മത പാലിക്കണമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാനത് പബ്ലിഷ് ചെയ്തില്ല. അത് ആ കുടുംബത്തിനോട് ബഹുമാനം കൊണ്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്യാതിരുന്നത്. അത് എന്താ പ്രത്യേകിച്ചിട്ടുള്ളത്? അവരെ ഭാഗത്ത് തെറ്റ് ഉണ്ടെങ്കിൽ അവരെ തിരുത്തണം. ഞങ്ങളെപ്പോലത്തെ ആൾക്കാര് പാണക്കാട് തങ്ങളൊന്ന് പ്രസാദിച്ച് കിട്ടിയാൽ മുസ്ലിം ലീഗിൽ മത്സരിക്കാൻ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമോ അല്ലെങ്കിൽ റോഡ് കോൺട്രാക്റ്റോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നവരെ അല്ല